എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിലപ്പോൾ ജീവിതം ഒരുപാട് ഭാരമായി തോന്നാറുണ്ടോ? എല്ലാ വാതിലുകളും അടഞ്ഞതായി തോന്നുന്നുണ്ടോ? മനസ്സിൽ ഇരുട്ട് നിറയുന്നുണ്ടോ? ആഴത്തിലുള്ള വിഷാദവും വേദനയും കാരണം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ആദ്യം തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ആരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. കാരണം ഈ വേദന നിങ്ങൾക്ക് മാത്രം അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഭാരമായി തോന്നുന്ന ഈ വികാരങ്ങൾ യഥാർത്ഥമാണ്. അതിന് കാരണം നിങ്ങൾ ദുർബലനാണ് എന്നതല്ല, മറിച്ച് നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു മാനസികാവസ്ഥയുടെ ഭാഗമാണ്, അല്ലാതെ ഒരു വ്യക്തിപരമായ പരാജയമല്ല. ഇതൊരു രോഗാവസ്ഥയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതം ഒരു വഴിമുട്ടിലെത്തിയിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിച്ചേക്കാം. എന്നാൽ ഓർക്കുക, ഈ വേദന ശാശ്വതമല്ല. ഈ ഇരുട്ട് എപ്പോഴും നിലനിൽക്കില്ല. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വേദനയുടെ അപ്പുറം ഒരു നല്ല നാളെയുണ്ട്. ഒരു പക്ഷേ നിങ്ങളത് ഇപ്പോൾ കാണുന്നുണ്ടാവില്ല, എന്നാൽ അത് അവിടെ തന്നെയുണ്ട് എന്ന് തിരിച്ചറിയണം. നിങ്ങൾക്ക് ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. അത് സഹായം തേടുക എന്നതാണ്. സഹായം തേടുന്നത് നിങ്ങളുടെ ധൈര്യമാണ് കാണിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ബലഹീനതയല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ഒരാളെ കണ്ടെത്തുക. ഒരു സുഹൃത്ത്, കുടുംബാംഗം, അധ്യാപകൻ അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധൻ. അവർ നിങ്ങളെ മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അവരോട് സംസാരിക്കണം. കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടി വന്നേക്കാം. അതൊരിക്കലും ഒരു നാണക്കേടായി കരുതരുത്. കാരണം നിങ്ങളൊരു മാനസിക രോഗത്തിൽ നിന്ന് ചികിത്സ തേടുകയാണ്. ഒരു ശാരീരിക രോഗത്തിന് ചികിത്സ തേടുന്നത് പോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങൾക്കും ചികിത്സ തേടുന്നത്. ഇക്കാര്യം നമ്മളെ തന്നെയാണ് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധനുമായി പങ്കുവയ്ക്കാൻ മടിക്കരുത്. അവർ നിങ്ങളെ കേൾക്കാൻ തയ്യാറാണ്. അവർ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുമായി സംസാരിക്കുക, സിനിമ കാണുക, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ഡയറിയിൽ നിങ്ങളുടെ വികാരങ്ങൾ എഴുതുക. നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. മദ്യപാനം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. കാരണം അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ കൂടുതൽ വഷളാക്കും. സ്വയം വേദനിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തയ്യാറാവുകണം. ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുക. ചെറിയ കാര്യങ്ങളായാലും മതി. ഉദാഹരണത്തിന് പുറത്തിറങ്ങി നടക്കുക, ഒരു പുതിയ ഹോബി തുടങ്ങുക. ഈ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിനെ മാറ്റാൻ സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വേദന ശാശ്വതമല്ല, അത് മാറും. ഓരോ വേദനയ്ക്കും ഒരവസാനമുണ്ട്. ജീവിതം ഒരുപാട് വലുതാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സാന്നിധ്യം ഈ ലോകത്തിന് ആവശ്യമാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് സഹായം തേടാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ വേദനയ്ക്ക് ചെവി കൊടുക്കാൻ തയ്യാറുള്ള ധാരാളം പേരുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അതിന് നിങ്ങളെ സഹായം തേടാൻ കഴിയും.